ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തങ്ങ് കൂടി കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ട്രാവൽ വ്ളോഗാണ്. വേറെങ്ങുമല്ല, ഒരു ഫിഷ് മാർക്കറ്റാണ്. ദുബായ് ഫിഷ് മാർക്കറ്റിലാണ് നമ്മളിന്ന് പോയേക്കുന്നത്. അവിടെ എന്തി പറയുന്നത്, അവിടുത്തെ കാഴ്ചകളും സാധനങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ ഒരുപാട് സംസാരിക്കാത്ത കൂട്ടത്തിലായതുകൊണ്ട് ചിലപ്പോൾ നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒളിക്കുന്നിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല കേട്ടോ. നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല സൂപ്പറാണ് കാണാനെ കൊണ്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ഈ സൂവിലൊക്കെ പോകുന്ന പോലെയാണ് അവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റിൽ നമ്മൾ പോകുന്നത്. അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട്. അവിടെ മസാല തേച്ച് വെച്ചിട്ടുള്ള ഫിഷുകളുണ്ട് കേട്ടോ. നമ്മളത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ അക്വേറിയംസ് ഒത്തിരി മീനെ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, വേറെ ഉണ്ട്, അത് ഈ വീഡിയോക്കകത്തുണ്ട്, നിങ്ങൾ കാണാം. സൂപ്പറാണ് കേട്ടോ, കാണാൻ മാത്രം ഉണ്ട്. ഇവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അവന് കൂട്ടായിട്ട് ചെറിയ ആൾക്കാരും ഉണ്ട്. ഈ കാണുന്ന എല്ലാം നമ്മൾ ഫിഷ് വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്യാനെ കൊണ്ട് കൊടുക്കുന്ന ആ ഒരു സ്ഥലങ്ങളും പിന്നെ ക്യാഷ് കൗണ്ടറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ എല്ലാം ഓരോ സെക്ഷൻസ് ആയിട്ടാണ് കേട്ടോ. അതായത് മസാല ഇട്ട് വെച്ചേക്കുന്നത്, അല്ല നോർമൽ ഫിഷ്, പിന്നെ ഇങ്ങനെ പാക്കറ്റാക്കി വെച്ചേക്കുന്ന ഉണക്ക മീൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തേക്കുവാണ് കേട്ടോ. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനെ കൊണ്ടുള്ളത് ഇഷ്ടം പോലെ വെറൈറ്റി ടൈപ്പ് മീനുകളുണ്ട്. നമ്മൾ ഈ പിന്നെ മത്തി, അയല, ചൂര അങ്ങനത്തെ ഒന്നും അല്ലാതെ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ഞങ്ങളങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങുന്നതുകൊണ്ട് ആ നീളത്തിൽ ഇരിക്കുന്ന മീനാണ് കേട്ടോ. ആ മീൻ ഞങ്ങൾ മിക്കവാറും വാങ്ങാറുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള മീനാണ് ഇത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് കേട്ടോ, ഇതിനകത്ത് ഒത്തിരി മീനുകളുണ്ട്, ജീവനുള്ള മീനുകളാണ് അതെല്ലാം. അതിനെ നമ്മൾ ലൈവായിട്ട് അതിനെ പിടിച്ച് പിന്നെ വൃത്തിയാക്കി നമുക്ക് തരുമൊക്കെ ചെയ്യും കേട്ടോ. എന്ത് ഭംഗിയാണ് നമുക്ക് കാണാനൊക്കെ. എനിക്കിതൊക്കെ ഭയങ്കര ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഞാൻ ഒരു വട്ടം അവിടെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ പൊളിയാണ് കേട്ടോ. ഞാനിതൊക്കെ പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കൊഞ്ചിൻ്റെ എന്തോ വലിയ സാധനമാണെന്ന് തോന്നുന്നു. അവിടെ ഇരിക്കുന്ന എല്ലാം കൊഞ്ചുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊഞ്ചിൻ്റെ എന്തോ സാധനമായിരിക്കുമല്ലോ, അതും വലിയ കൊഞ്ചായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് മീറ്റിൻ്റെ സെക്ഷനിലോട്ട്. എൻ്റെ പൊന്നി, ഇവിടെ പോയി എനിക്ക് വൊമിറ്റ് ചെയ്യാനും വന്ന് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതോ ആ ഇരിക്കുന്ന കണ്ടോ, ഫുൾ ബോഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ. അയ്യോ, എനിക്കത് കണ്ടിട്ട് തന്നെ വല്ലാണ്ട് വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. നിങ്ങൾ അതൊന്നും ഡിസ്റ്റർബായിട്ട് തോന്നരുത് കേട്ടോ. കാരണം അവനിപ്പോൾ ഉറങ്ങുമായിരുന്നു, ഇപ്പോൾ എഴുന്നേറ്റ്. എൻ്റെ ഈ സൗണ്ട് കേട്ടിട്ടാണ് തോന്നുന്നു പുള്ളി എഴുന്നേറ്റ്. അയ്യോ, ഇതൊക്കെ കണ്ടോ, എനിക്കിതൊക്കെ കാണുമ്പോൾ വാരിയെല്ലാം ഭാഗമൊക്കെ ഇരിക്കുന്ന കണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ലെന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, ഇത്രയും സാധനങ്ങളൊക്കെ ഇത് കുക്ക് ചെയ്യാനെ കൊണ്ട് എടുക്കുമെന്ന് തന്നെ ഞാൻ തന്നെ അതിശയിച്ചു പോയി. എന്തോരം സാധനങ്ങളാണെന്നറിയാമോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊന്നും അല്ല, ഇതിൻ്റെ ലാസ്റ്റിലോട്ട് ഞാൻ വേറെ കുറച്ച് ഐറ്റം കൂടി ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. അതൊക്കെ കുക്ക് ചെയ്യുമോ എന്തോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും എടുത്ത വീഡിയോ അല്ല കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ട് ചിലപ്പോൾ 1 വർഷം ആയിക്കാണ്. ഇപ്പോഴാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടായോ എന്നുള്ള ചിന്തയിലായിരുന്നു. ആയിരിക്കുന്നെല്ലാം മുട്ട സെക്ഷനാണ് കേട്ടോ. മുട്ട ഇഷ്ടംപോലെ മുട്ട കളക്ഷൻ, ഇഷ്ടംപോലെ സാധനമൊക്കെ ഉണ്ട്. അറിയാമല്ലോ, ദുബൈയല്ലേ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യണോ വേണ്ടായോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. പിന്നെ എൻ്റെ ഫോണിനകത്ത് മെമ്മറി ഇല്ല. ആ സാധനമൊക്കെ എന്തുവാ എനിക്ക് മനസ്സിലായില്ല എന്തുവാണെന്ന്. പിന്നെ ഈ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടോ. അയ്യോ, ഫിലിപ്പിനോസൊക്കെ ചിലപ്പോൾ ഇതൊക്കെ കഴിക്കുമായിരിക്കും അല്ലയോ എന്നെനിക്ക് തോന്നുന്നു. ഈ സാധനങ്ങളൊക്കെ കണ്ടോ, എന്തൊക്കെ സാധനങ്ങളാണ്.
അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് അപ്ലോഡ് ചെയ്യാം എന്നങ്ങ് വിചാരിച്ച് ഇപ്പോൾ പിന്നെ എല്ലാം വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുവാണ്. ഇത് നോക്ക് ഇതെന്തോ ഇത്, അയ്യോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ പിന്നെ ഇതൊക്കെ കാണാത്തവർക്ക് ഇതൊരു കാഴ്ച ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മീൻ വാങ്ങിച്ചത്. നമ്മളവിടെ റെഡിയാക്കാനൊക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് കേട്ടോ മീറ്റിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് പോയത്. അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഇനി റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് പുറത്തുള്ള ആ ഒരു കാഴ്ചകളാണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. ബൈ.